ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ എടുത്ത് നോക്കുന്നതാട്ടോ. യൂട്യൂബിലേക്ക് എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്നറിയാനായിട്ട്. അതായത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ബാഡ് സൈഡ്സ്, പിന്നെ ലൈറ്റ്, ഇപ്പം തന്നെ എന്തൊക്കെയോ നടക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഒക്കെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്ത് കണ്ടൻ്റാണെന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റും ഇല്ല. ഇന്നത്തെ ഡേറ്റ് 21 തേഴ്സ്ഡേ, ലാസ്റ്റ് ഡേ ആണ് ഇന്ന് സ്കൂള്. അത് കഴിഞ്ഞാൽ ഇന്ന് ബൈ ഈവനിങ് എൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്നു. അവിടെ ഒരു സ്റ്റേ, 1 നൈറ്റ് സ്റ്റേ. നെക്സ്റ്റ് ഡേ തൃശ്ശൂരിലോട്ടേക്ക് പോകുന്നു. പിന്നെ സെലിബ്രേഷൻസ്, ക്രിസ്മസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം മിക്കതും ഒരു 1 അല്ലെങ്കിൽ 2 ജാൻ ആണ് ഇവിടെ എത്താം തിരിച്ച് ബാക്ക് ടു വർക്കിലേക്ക്. ഇതിൻ്റെ ഇടയിൽ മെയിനായിട്ട് ഒരു സംഭവം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇത്തിരി വെറീഡും ഇത്തിരി ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഞാൻ ഇറ്റലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നവംബർ 21 അത് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നത്. ഇതിപ്പോൾ ഡിസംബർ 21 1 മന്തായി. ഇന്നെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് വരുമോ ഇല്ലേ എന്ന് വരണേ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം കാത്തിരുന്ന് എൻ്റെ കണ്ണും മുറക്കി ഇരിക്കുന്നത് കണ്ടില്ലേ. ഇന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇതിലും മുമ്പ് ഒരു വട്ടം നെതർലാൻഡിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നു. അതൊരു ഓഗസ്റ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. സെപ്റ്റംബറിലേക്ക് വിത്തിൻ, അതായത് ഒരു മാസം ആവണേൻ്റെ 3 ഡേയ്സ് ബിഫോർ വന്നിരുന്നു. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ ഇന്നലെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നും വന്നില്ല. അന്ന് അത് റെഫ്യൂസലാണ് വന്നിരുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയോ ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് റെഫ്യൂസൽ വന്നു. ഈ തവണ എല്ലാം തികച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അറിയില്ല ബൈ ലക്ക് കിട്ടുമോ ഇല്ലേ എന്നൊന്നും. ഇപ്പോഴത്തെ ഇത് എനിക്ക് തോന്നുന്നു ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നൊക്കെയാണ്. എൻ്റെ ഡോക്യുമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണോയെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട്. ചെറിയൊരു മൂക്കൊലിപ്പുണ്ട്, ഡോണ്ട് മൈൻഡ്. അപ്പോൾ അതിൻ്റെ കട്ട വെയിറ്റിങ്ങിലാണ്. എന്താവുമെന്ന് അറിഞ്ഞൂടാ. വന്നെങ്കിൽ മതിയായിരുന്നു. കാരണം ഈ നാട്ടിൽ ജീവിക്കേണ്ട കാര്യത്തിന് ബിസിനസ്സാണ് ഞങ്ങൾക്ക്. ഗോൾഡും സിൽവറിൻ്റെ ഒക്കെ ബിസിനസ്സാണ്. പക്ഷെ ഒരു രക്ഷയില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. എന്താ പറയുക, മടുക്കുക എന്ന് പറയില്ല, അതുപോലത്തെ ഒരവസ്ഥയിലേക്ക് നീങ്ങി തുടങ്ങി. ചില ദിവസങ്ങളൊന്നും ഉറക്കം തന്നെ ഇല്ല. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട്, ഓ ഗോഡ്, നീ നാളെ ഇന്നതൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ ഓരോന്ന് ആലോചിച്ചിട്ട് തലയ്ക്ക് പ്രാന്ത് വരും. അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വള്ളി അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ എന്നറിയാൻ കൂടിയാണ് ആ ഒരു ട്രിപ്പ് മീൻസ് ആ ഒരു ഇതിന് വെച്ചേക്കണത്. ഒരുപാട് പൈസ ചിലവും ആക്കിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവത്തിന് വേണ്ടിയിട്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ് കിട്ടിയാൽ മതിയായിരുന്നു. വെരി ബാഡ്ലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഹോപ്പ്ഫുള്ളി അത് ഇഫ് successful ironing, if we get the visa, it will be a very big gift from God for us. Christmas gift, of course. Christmas time aanu. And നാളെ തുടങ്ങി കോൺസുലേറ്റൊക്കെ മുടക്കാണ്. കുറേ ദിവസത്തേക്ക് മുടക്കാണ്.
വെയിറ്റ് ചെയ്ത് മതിയായി മക്കളെ, മതിയായി. അത്രയ്ക്കും വയ്യാണ്ടായി. പിന്നെന്താ, ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, അധികമായിട്ടില്ല. കുറച്ച് ചറപറ ഷോർട്സുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത്. ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ട്രയൽ എടുത്ത് നോക്കുന്നതാണ്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താ പറയുക, കുറച്ചൊക്കെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കാണും. ബാക്ക്ഗ്രൗണ്ടൊന്നും കാണാൻ വലിയ രസമൊന്നുമില്ല. ലൈറ്റ്സിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നു. പിന്നെ എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, അതും ടെസ്റ്റിംഗ് ആണ്. എല്ലാം മൊത്തത്തിലൊരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഞാൻ ഇപ്പോഴത്തേക്ക് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോയെന്ന് വെച്ചാൽ, ഇന്നത്തെ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ഒന്നും ഫുഡ് പ്രിപ്പയർ ചെയ്യണില്ലായിരുന്നു. കാരണം നമ്മളിന്ന് പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എത്രയും പത്ത് ദിവസം വയ്ക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നു, ചോറ് ഉണ്ടാക്കണം. പിന്നെ എന്നിട്ട് കുറച്ച് വാഷിംഗ് പരിപാടിയുണ്ട്, ക്ലീനിങ് പരിപാടിയുണ്ട്. ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുള്ളൂ. കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇനി ഇവിടേക്ക് വീണ്ടും ഒരു സ്റ്റെപ്പിൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നും മെസ്റ്റപ്പായി ഇരിക്കുന്നെങ്കിൽ തീരെ ഇഷ്ടമല്ല. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ലുക്ക് തന്നെ എനിക്ക് കിട്ടണം. ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിള്ളേർ വരുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്യണം. കാരണം പിള്ളേർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് 4 o'clock-നാണ്, 4 to 6 ആണ്. 6 o'clock-ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടേക്ക് പോകാനായിട്ട് വിചാരിക്കുന്നത്. അത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ടാസ്ക്. ഭയങ്കര മടിയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ. കാരണം ഒന്നും എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിൽ ആ വിസയുടെ കാര്യത്തിൻ്റെ ഇപ്പം തന്നെ ബാക്ക് മെസ്സേജ് വന്നു. ഞാൻ അതപ്പം നോക്കിയത്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കണം ഞങ്ങൾക്കിപ്പോൾ ബാങ്കിൽ നിന്ന് വിളി. പിന്നെ ഇപ്പം തന്നെ ഒരു മെസ്സേജ് വന്നു, കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ വെറുതെ വിടില്ലേ ഞങ്ങൾ, വെറുതെ വിടത്തില്ല. അപ്പോൾ എന്താ പറയാമെന്ന്, ഈ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ വെയിറ്റിങ്ങിൻ്റെ ഇടയിൽ കിടക്കണ കാരണം ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അതാണ് മൈൻഡിൽ കയറി വരണ. എന്താവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ലെറ്റ്സ് സീ, വെയിറ്റ് ചെയ്യാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്പുറത്തേക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. റിജക്ഷൻ ആണോ വന്നത്, അതോ സക്സസ്ഫുൾ ആയോ, എന്തായി എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ബൈ. മെരി ക്രിസ്മസ്.